നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ലഭിച്ച ആ കനത്ത തിരിച്ചടി, ആ അടിയേറ്റ് വീണത് ശബരിമലയിലെ സകല കൊള്ളക്കാരുമാണ്. ഇതിനിടയിലാണ് വമ്പന്മാരുടെ ലിസ്റ്റ് അടക്കം പുറത്താക്കുമെന്ന ഭീഷണിയുമായി പത്മകുമാറും വാസുവും രംഗത്ത് വന്നിരിക്കുന്നത്. പത്മകുമാറിനെ വാസു ഒറ്റിയെങ്കിൽ പത്മകുമാർ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ഒറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം ആ ഭീഷണി അങ്ങനെ തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ED അന്വേഷണം കൂടി വരുന്നുവെന്നറിഞ്ഞപ്പോൾ, കാര്യങ്ങൾ കൂടുതൽ അവതാളത്തിലാകുമെന്നറിഞ്ഞപ്പോൾ സംഗതി വശപ്പശകായിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED അന്വേഷണം മനഃപൂർവ്വം വൈകിപ്പിക്കാൻ സർക്കാർ ഒരു നീക്കം നടത്തുന്നുവെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. ED അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചും കേസും വഴക്കും വക്കാലത്തുമായി നീട്ടിക്കൊണ്ടുപോയി എങ്ങനെയും ഇത് 2026 കടക്കാനുള്ള വലിയൊരു ശ്രമം കൂടിയാണ് നടത്തുന്നത്. രേഖകൾ കൈമാറാനായി സർക്കാർ കൂടുതൽ സാവകാശം തേടിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു സാവകാശം തേടിയിരിക്കുന്നത്? കൃത്യമായ സമയത്ത് വേണ്ട രീതിയിൽ മിനിറ്റ്സ് രേഖപ്പെടുത്തുകയും വിവരശേഖരണം നടത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടുണ്ടാകാമായിരുന്നില്ല. എന്നാൽ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ കൊള്ളയും കളവും ഒന്നും നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ ഇതിനിടയിൽ നടന്നിട്ടുണ്ടോ എന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ED രേഖകൾ ആവശ്യപ്പെടുന്നത്. കാരണം ഇത് അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് സംഘവുമായി, പുരാവസ്തു വിൽപ്പന സംഘവുമായി ബന്ധമുണ്ടെന്നുള്ള ആരോപണം കോൺഗ്രസ് മുതിർന്ന നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ഉന്നയിച്ചത് ഏറെ സംശയം ഉളവാക്കുന്നതാണ്. വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നാണ് തനിക്ക് വിവരം കിട്ടിയത്, അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ തെളിവടക്കം സമർപ്പിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ രേഖാമൂലം എതിർപ്പറിയിക്കാൻ കൂടുതൽ സമയം വേണമെന്നാണ് SITക്ക് വേണ്ടി പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. ഇതോടെ ഹർജി ഈ മാസം 17 പരിഗണിക്കാൻ കൊല്ലം വിജിലൻസ് കോടതി മാറ്റിവെക്കുകയും ചെയ്തു. ശബരിമലയിലേക്ക് ഒരു കാരണവശാലും ED എത്തരുത്. കനത്ത വാശിയാണ് സർക്കാരിനുള്ളത്. ED എത്തി പരിശോധന നടത്തി കണക്കുകളിൽ പൊരുത്തക്കേട് കണ്ടെത്തിയാൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാകും. ഈ പറയുന്നത് പോലെ ശബരിമലയുടെ ഭരണം BJP ആഗ്രഹിക്കുന്നത് പോലെ കേന്ദ്ര ഭരണത്തിന് കീഴിൽ കൊണ്ടുവരും. അങ്ങനെയൊക്കെ വന്നാൽ എന്താകും സംഭവിക്കുക? ഇതിന് തൊട്ടു പിന്നാലെ മാലപ്പടക്കം പൊട്ടുമാറ് ദേവസ്വം ബോർഡിന് കീഴിലുള്ള സകലമാന ക്ഷേത്രങ്ങളിലും അന്വേഷണം ഘടിപ്പിക്കാനാണ് BJPയുടെ ആഹ്വാനം. അതൊക്കെ നിലവിലെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. ഒരു കാരണവശാലും അതുകൊണ്ട് ED വരരുത്, അവരാവശ്യപ്പെടുന്ന രേഖകൾ കൈമാറരുത് എന്ന നിലപാടിൽ ഉറച്ച് സർക്കാർ നിൽക്കുന്നു. രേഖാമൂലം അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ നിലപാട് അറിയിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാടുണ്ടെന്ന് ED ഉറച്ചു വിശ്വസിക്കുന്നു. അല്ല എങ്കിൽ ഈ വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഏറെ സംശയാസ്പദമാണ്. കേവലം 20 ലക്ഷം രൂപയുടെ സ്വർണത്തിന് വേണ്ടി മാത്രമല്ല അവിടെ ഇത്രയും വലിയൊരു കൊള്ള നടന്നിരിക്കുന്നത്. മറ്റു പലതും ഇതിനോടകം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അനേകം ക്ഷേത്രങ്ങളിൽ ഇതുപോലെ കൊള്ള നടന്നിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള സംശയം ഹിന്ദു ഐക്യവേദി അടക്കം മുന്നോട്ട് വയ്ക്കുന്നു. സർക്കാർ രേഖകൾ നൽകിയില്ലെങ്കിൽ കോടതി തന്നെ നേരിട്ട് ചാർജ് ഷീറ്റ് അടക്കമുള്ള രേഖകൾ നൽകുമെന്ന് പ്രോസിക്യൂഷൻ ഭയപ്പെടുന്നുണ്ട്. കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതൊരിക്കലും സർക്കാർ ഉത്തരവിട്ട അന്വേഷണമല്ല, സർക്കാരിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിനും മുകളിലാണ്. ആകെ ഭക്തർക്കടക്കം വിശ്വാസമുള്ളൊരു കാര്യം, ഹൈക്കോടതി കൃത്യമായി ഇത് വിലയിരുത്തുന്നുണ്ട്, സമയാസമയം കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയും വാതിൽപ്പടിയിലെ സ്വർണ്ണപ്പാളിയും മോഷണം പോയ ഈ 2 കേസുകളിലെ FIR പകർപ്പുകളും അനുബന്ധ രേഖകളും EDക്ക് ആവശ്യമായി പറയുന്നുണ്ട്. ഇത് നൽകുന്നതിലാണ് വലിയ ബുദ്ധിമുട്ടുള്ളത്. നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ വിചാരണ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ED കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ കൊടുത്തത്. എന്നാൽ കീഴ്ക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി ലഭിച്ചില്ല എങ്കിൽ ഹൈക്കോടതിയിൽ എത്തുക എന്നുള്ളത് കൂടുതൽ എളുപ്പമായിരിക്കും. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന രഹസ്യ അന്വേഷണം ആയതുകൊണ്ടാണ് EDക്ക് രേഖ നൽകരുത് എന്ന് സർക്കാർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. കോടതിയുടെ തീരുമാനം EDക്ക് രേഖകൾ കിട്ടിക്കഴിഞ്ഞാൽ കേസന്വേഷണം പുതിയ തലങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. അതേസമയം ഈ സ്വർണ്ണക്കൊള്ളയിലെ 2ാമത്തെ കേസിലും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിട്ടുള്ള പത്മകുമാറിനെ തന്നെയാണ് പ്രതിയായി ചേർത്തതും കഴിഞ്ഞ ദിവസം SIT കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതും. ദ്വാരപാലക ശില്പ കേസിലാണ് കൊല്ലം വിജിലൻസ് കോടതി പത്മകുമാറിനെ 1 ദിവസത്തേക്കായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചത്. സ്വർണ്ണക്കൊള്ളയിൽ ഉന്നത ഇടപെടൽ സംശയിക്കുന്നു. ആ ഉന്നത ആരൊക്കെ എന്നുള്ളത് പത്മകുമാർ വെളിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഈ ഘട്ടത്തിൽ കൂടിയായിരുന്നു കസ്റ്റഡിയിൽ വാങ്ങിയുള്ള വിശദമായ ചോദ്യം ചെയ്യലും വിവരശേഖരണവും. വാസുവിൻ്റെ അറസ്റ്റും പത്മകുമാറിൻ്റെ അറസ്റ്റും കരുതിക്കൂട്ടിയുള്ളതായിരുന്നു. കൃത്യമായ തെളിവ് ശേഖരണത്തിന് ശേഷമായിരുന്നു. സമാനമായി തന്നെയാണ് ഇനി മറ്റ് ഉന്നതരിലേക്കും അന്വേഷണ സംഘം എത്തുക. പഴുതുകളൊക്കെ അടച്ച് അറസ്റ്റിലേക്ക് കടന്നാൽ മതി എന്നുള്ള ഒരു തീരുമാനം, നിയമോപദേശം തന്നെയാണ് അന്വേഷണ സംഘത്തിന് മേൽ കിട്ടിയിരിക്കുന്നത്. കാരണം രാഷ്ട്രീയ സംബന്ധിയായുള്ള ഈ ഒരു കേസ് ഒരുപക്ഷേ
ചെറിയ പിഴവുകളുടെ അടിസ്ഥാനത്തിൽ പോലും പാളിപ്പോയേക്കാം. അതുകൊണ്ട് പഴുതുകൾ പൂർണ്ണമായും കൊട്ടിയടച്ച് തന്നെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്ന കർശന നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. കട്ടിളപ്പാളി കേസിലെ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിലുള്ള വാദവും പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന് വിധി പറയുന്നതാകട്ടെ 12-ാം തീയതി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയതിലടക്കം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും ഒരുപോലെ തന്നെ കൂട്ടുത്തരവാദിത്തമുണ്ടെന്നാണ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. താൻ മാത്രമല്ല, കട്ടക്കള്ളന്മാർ പുറത്തുണ്ട്. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷയിലും വാദം പൂർത്തീകരിച്ചിട്ടുണ്ട്. ദേവസ്വം മുൻ കമ്മീഷണറും പ്രസിഡന്റുമായിട്ടുള്ള എൻ വാസുവിന്റെ റിമാൻഡ് ആകട്ടെ 14 ദിവസത്തേക്ക് കൂടി കഴിഞ്ഞ ദിവസം നീട്ടി. ഇതിനിടയിലാണ് രമേശ് ചെന്നിത്തല കടന്നു വരുന്നത്. പുരാവസ്തുക്കൾ കടത്തി അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ ശതകോടികൾക്ക് വിറ്റഴിക്കുന്ന ഒരു വലിയ കള്ളക്കടത്ത് മാഫിയ സംഘത്തിന് ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധമുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഇത് അന്വേഷിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ കത്ത് ഏറെ ഗൗരവത്തിലെടുക്കും. പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്ന ADGP വെങ്കടേഷിനാണ് ഈ കത്ത് കിട്ടിയത്. ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുമുണ്ട്. ചെന്നിത്തലയിൽ നിന്നും വരും ദിവസങ്ങളിൽ മൊഴിയെടുത്ത് ഈ വിവരങ്ങൾ നൽകിയ ആളാരെന്ന് സംഘത്തെ അറിയിച്ച് അയാളിൽ നിന്നും വിവരശേഖരണം നടത്താനാണ് തീരുമാനിക്കുന്നത്. നേരിട്ട് അന്വേഷണ സംഘത്തെ സമീപിച്ചാൽ അന്വേഷണം നടക്കില്ല എന്ന സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയെ ഈ വ്യക്തി ബന്ധപ്പെട്ടത്. വലിയ കൊള്ളയാണ് ദേവസ്വം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഒരിക്കലും ശബരിമല മാത്രമല്ല, ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ കൊള്ള നടന്നിട്ടുണ്ടെന്നാണ് ചെന്നിത്തലയുടെ ആരോപണം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തോടെ ശബരിമല പ്രശ്നം വലിയ മാധ്യമ ശ്രദ്ധ ലഭിക്കാതെ ഒന്ന് തണുത്തതായിരുന്നു. അപ്പോഴാണ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലും മറ്റു കാര്യങ്ങൾ കെട്ടടങ്ങിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപേക്ഷ വിജിലൻസ് കോടതി ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കേസിൽ രജിസ്റ്റർ ചെയ്ത FIRന്റെ പകർപ്പും മൊഴികളും ഒക്കെ തന്നെ EDക്ക് ഒരുപക്ഷെ നിലവിൽ കൈമാറിയേക്കാം. ED അപേക്ഷയെ ശക്തമായി തന്നെ സർക്കാർ എതിർക്കുന്നുമുണ്ട്. ഇതിനിടയിലാണ് രമേശ് ചെന്നിത്തലയുടെ നിർണായക വെളിപ്പെടുത്തലും. ക്ഷേത്രങ്ങളിൽ നിന്നും പുരാവസ്തുക്കൾ മോഷ്ടിച്ച് കടത്തി രാജ്യാന്തര കരിഞ്ചന്തയിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റഴിക്കുന്ന ഒരു സംഘവുമായി ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് ബന്ധമുണ്ടെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ. അതിനുള്ള അറിവ് തനിക്ക് ലഭിച്ചുവെന്നും അതിൻ്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം ആ വഴിക്ക് കൂടി കൊണ്ടുപോകണമെന്നാണ് ചെന്നിത്തല ആവശ്യപ്പെട്ടത്. ശബരിമല കേസിൻ്റെ ഈ കാണാപ്പുറത്തുള്ള അന്താരാഷ്ട്ര മാനങ്ങളെക്കുറിച്ച് കൂടി അന്വേഷിക്കണമെന്നാണ് ചെന്നിത്തല പറഞ്ഞത്. അതാണ് ADGPയിൽ നിന്നും അന്വേഷണ സംഘത്തിന് കിട്ടിയത്. അതോടെ കത്തിലെ പരിശോധനകളിലേക്ക് സംഘം കടന്നു. ശബരിമല സ്വർണ്ണമോഷണം ഒരു സാധാരണ മോഷണമല്ല, മറിച്ച് അന്താരാഷ്ട്ര മാനങ്ങളുള്ള ഒന്നായി മാറി. അറസ്റ്റിലായിരിക്കുന്നവരൊക്കെ തന്നെ മഞ്ഞുമലയുടെ അറ്റം പോലെ കേസിലെ സഹപ്രതികൾ മാത്രം. ഇതിൻ്റെ മുഖ്യ സംഘാടകർ ഇപ്പോഴും അന്വേഷണത്തിൻ്റെ പരിധിയിൽ പോലും എത്തിയിട്ടില്ല. ഇത്തരം പൗരാണിക സാധനങ്ങൾ, ദിവ്യവസ്തുക്കളൊക്കെ മോഷ്ടിച്ച് കടത്തി അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ എത്തിക്കുന്നവരെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടത്. അത് നേരിട്ട് അറിവുള്ള ഒരാളിൽ നിന്നാണ് വിശ്വസനീയമായ വിവരങ്ങൾ തനിക്ക് ലഭ്യമായതെന്നും ചെന്നിത്തല പറയുന്നു. ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത ഇൻസൈറ്റ്.